നമസ്കാരം ഹരിച്ചേട്ടാ, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ. ഹരിച്ചേട്ടാ, ഇന്ന് പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. നമ്മുടെ കണ്ണൂരില് CPM-ന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഹലാൽ ഫായിദ എന്ന് പറയുന്ന ഒരു സഹകരണ സംഘം, അവിടെ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചാണ് വാർത്ത. നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതിന് ലാഭവിഹിതം നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് വാർത്ത വന്നിരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഇത് ഒരു മത ബാങ്ക്, അതായത് ഇസ്ലാമിക് ബാങ്ക് എന്നുള്ള മട്ടിലാണ് ഇത് ആരംഭിച്ചത്. വാസ്തവത്തിൽ ഈ പറയുന്നത് പോലെ ശരീഅത്ത് നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ബാങ്ക് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് CPM ഇത് ആരംഭിച്ചത്. സത്യത്തിൽ അത് ബാങ്ക് അല്ല. റിസർവ് ബാങ്ക് പലതവണ നമ്മളോട് നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. സഹകരണ സംഘങ്ങളെ ബാങ്ക് എന്ന് വിളിക്കരുത് എന്ന് നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ CPM മുന്നോട്ട് പോയി. ഇപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ്. നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം. സത്യത്തിൽ ഇങ്ങനെ ഒരു സഹകരണ സംഘം തുടങ്ങാനുള്ള നിയമപരമായ എന്തെങ്കിലും ഒരു സാധ്യത നമ്മുടെ രാജ്യത്തുണ്ടോ? അതോ CPM അല്ലെങ്കിൽ ഈ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ആരംഭിച്ചതാണോ ഈ ഇസ്ലാമിക സഹകരണ സംഘം? ഇതിന്റെ നിയമപരമായ നിലനിൽപ്പിനെ കുറിച്ച്, ഇതിന്റെ പുറകിലെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് ഒക്കെ വലിയ സംശയങ്ങൾ ഇന്നിപ്പോൾ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വിഷയത്തിൽ അങ്ങേക്ക് പറയാൻ കഴിയുന്നത്? എനിക്ക് ആദ്യമേ തന്നെ പറയാൻ തോന്നുന്നത്, ഇങ്ങനെ ഒരു ഇസ്ലാമിക ബാങ്കിങ് എന്നൊരു കോൺസെപ്റ്റ്, ഒരാശയത്തെ, അത് CPM ഈ ഇന്ത്യയിലെ വിവിധ ന്യായാലയങ്ങളും ഈ വിഷയത്തിൽ എതിരഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരള ഹൈക്കോടതിയിലും 2012 ഈ ഇസ്ലാമിക് ബാങ്ക് എന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആശയത്തിനോട് കേരള ഹൈക്കോടതിയും യോജിച്ചിട്ടില്ലായിരുന്നു. കാരണം ഈ വിഷയത്തില് അന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, സുബ്രഹ്മണ്യ സ്വാമി ഉൾപ്പെടെ ഉള്ളവര് കോടതിയെ സമീപിച്ചിരുന്നു ഇസ്ലാമിക് ബാങ്ക് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ. അന്ന് കോടതി അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയതുമാണ്. അന്ന് കേരള സർക്കാരും അങ്ങനെയൊന്നും തുടങ്ങാനില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അപ്പോ പിൻവാതിലിലൂടെ ആ ഒരു ധനകാര്യ സ്ഥാപനത്തെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന്, ചില പഴുതുകൾ എവിടെയോ നിയമത്തിൽ ഉണ്ടാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവാം, അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് അത് പിന്നീട് മുഖ്യധാര മാറ്റിയെടുക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ സ്ഥാപിത താല്പര്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു ഇസ്ലാമിക സഹകരണ സംഘം പോലെയുള്ള ഒരു സംഭവം അവിടെ തുടങ്ങിയത്. അത് ബാങ്ക് എന്ന് ഒരു തരത്തിലും വിളിക്കാൻ പറ്റില്ല. നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത്തരം വിശേഷണം കൊടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് അത്ഭുതപ്പെടുകയാണ്. അവിടെ ഇപ്പൊ നടന്ന തട്ടിപ്പെന്ന് പറയുന്നത് അതൊരു വലിയ തെറ്റാണ്. പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റാണ് CPM നടത്തിയിരിക്കുന്നത്. അത് 2-3 ഘടകങ്ങൾ പറഞ്ഞിട്ട് ഓരോന്നായിട്ട് നമുക്ക് അത് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പോലത്തെ ഒരു മതേതര, അല്ലെങ്കിൽ ഒരു എന്താണ്, അവര് ദൈവവിശ്വാസമോ ദൈവത്തെ ആയിട്ട് ബന്ധപ്പെട്ട മതപരമായ നിയമങ്ങൾക്കോ സാധുത കൊടുക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ബാങ്ക് പ്രൊമോട്ട് ചെയ്തത്, അല്ലെങ്കിൽ ആ അടിസ്ഥാനത്തിലുള്ള ഒരു സഹകരണ സംഘം പ്രൊമോട്ട് ചെയ്തത് എന്ന് നമുക്കറിയാൻ വയ്യ. അപ്പൊ CPM ഭരണഘടനയ്ക്ക് അത് വിരുദ്ധമാവണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് മാത്രമല്ല, CPM-ന്റെ നയപരിപാടികൾ ഓരോ പാർട്ടി കോൺഗ്രസിലും തീരുമാനിക്കുന്നതാണ്, സംസ്ഥാന സമ്മേളനത്തിലും തീരുമാനിക്കുന്നതാണ്. ഏത് സംസ്ഥാന സമ്മേളനത്തിലും പാർട്ടി കോൺഗ്രസിലുമാണ് ഇത്തരം പൂർണ്ണമായിട്ടും മത നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അവർ ചില ന്യായങ്ങളൊക്കെ പറയുവാനുണ്ട്, അതിന്റെ മറുപടിയും കൂടെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതിനു മുമ്പ് ഞാൻ 2 കാര്യം പറയുക. അതായത് ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, അത് ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. ഈ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലും അതുപോലെ തന്നെ ഈ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരവും ഇത്തരം ഒരു സ്ഥാപനത്തിന്, ശരിയ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന് എങ്ങനെ ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്താൻ പറ്റും എന്ന് പ്രഥമ ദൃഷ്ട്യാ എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന്റെ ഏതെങ്കിലും ലൂപ്പ് ഹോളുകൾ അതിലുണ്ടാവാം,
അങ്ങനെ ലൂപ്പ് ഹോളുകൾ ആ, അത് അത് ഉപയോഗപ്പെടുത്തുകയും അതായത് അത് ചൂഷണം ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനമായിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എന്റെ പ്രഥമ ദൃഷ്ടിയായുള്ള വിലയിരുത്തലിൽ ഇത് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിന്റെ ലംഘനം, പാർട്ടിയുടെ ഭരണഘടനയുടെയും പാർട്ടി കോൺഗ്രസുകളുടെയും നയത്തിന് വിരുദ്ധമാണ്. അതുപോലെ തന്നെ കേരള കോപ്പറേറ്റീവ് ആക്ട് യോജിക്കുന്നതല്ല. അപ്പം ഇതൊക്കെ തന്നെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടായിരിക്കണം ഈ ഒരു ചട്ടക്കൂടിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സഹകരണ സംഘ ഇത് ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് സഹകരണ പ്രസ്ഥാനത്തിലാണെങ്കിലും ശരി, അത് ബാങ്കുകളാണെങ്കിലും ശരി, അതിലൊക്കെ തന്നെ ഒരു ഘടകമാണ്. ഇന്ത്യയുടെ നിയമങ്ങൾ അനുസരിച്ച് പലിശ അവിഭാജ്യ ഘടകമാണ്. അപ്പൊ ആ പലിശ കൊടുക്കാത്ത, പലിശയ്ക്ക് നിരോധനമുള്ള ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിന് ഏത് തരത്തിലുള്ള ലീഗൽ വാലിഡിറ്റി ആണുള്ളത് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് അതിന്റെ ഒരു പ്രധാന വിഷയം ഞാൻ ഉന്നയിക്കുന്നത്. ഇനി നമുക്കിതിൽ ഓരോന്നിലോട്ടും വരാം. ഇപ്പൊ CPM-നോട് ചോദിച്ചാൽ CPM-ന്റെ പാർട്ടി ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ ആവില്ലേ എന്നൊരു സംശയം ഞാനിപ്പോ ഉന്നയിച്ചു. ഇപ്പൊ CPM-നോട് ചോദിച്ചാൽ അവർ പറയാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേരിട്ട് ഇതിനകത്തിൽ പങ്കെടുത്തിട്ടില്ല, ഞങ്ങളെ അതിനടത്താൻ പറ്റില്ല എന്ന് പറയും. ഇതൊരു തന്ത്രമാണ്, ഇതൊരു അടവ് നയത്തിന്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ബാങ്കിന്റെ ചീഫ് പ്രൊമോട്ടർ ആയിട്ടുള്ള ഷാജർ എന്ന വ്യക്തി ആ സമയത്ത് 2017 ഈ ബാങ്ക് പിന്നെ പ്രവർത്തനം തുടങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആ 2017 ഉദ്ഘാടനം മേൽപ്പടിയാൻ മിസ്റ്റർ ഷാജർ, സഖാവ് ഷാജർ ആ സമയത്ത് ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ ഉടനെ അനുബന്ധ പിന്നെ സ്ഥാപനമാണ്, അനുബന്ധ സംഘടനയാണ്, പാർട്ടിയല്ല. പക്ഷെ അവിടെ നിൽക്കുന്നില്ല. ഷാജർ ആ കാലഘട്ടത്തിൽ പാർട്ടിയുടെ CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അങ്ങനെയാണ് മാധ്യമങ്ങളിൽ വാർത്ത കിടക്കുന്നത്. അപ്പൊ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു. അപ്പൊ പാർട്ടിക്ക് ഒരു കാരണവശാലും ഇതിൽ നിന്ന് കൈ കഴുകാൻ പറ്റില്ല. പിന്നെ മാത്രവുമല്ല അവിടെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി അങ്ങനെ ഇനി ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ് കൈ കഴുകിയേച്ച് അങ്ങ് മാറാൻ പറ്റത്തില്ല. അന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അനുസരിച്ചിട്ട്, ഞാൻ മാധ്യമ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ സംസാരിക്കുന്നത്, അന്ന് വന്ന വാർത്തകൾ അനുസരിച്ചിട്ട് ഈ പിന്നെ 21ഓളം ന്യൂനപക്ഷ സംഘടനകളെ കൊണ്ട് ഇതിനകത്ത് ഷെയർ അടുപ്പിക്കുമെന്നാണ് CPM പറഞ്ഞത്. അപ്പൊ അത് തന്നെ പിന്നെ ഇതിന്റെ ഒരു വർഗീയ സ്വഭാവത്തെ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. അപ്പോ ഇത് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ജില്ലാ സെക്രട്ടറി സഖാവ് P. ജയരാജന്. അപ്പൊ ഈ P. ജയരാജനെ കുറിച്ച് ഇതുവരെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് മേൽപ്പടിയാൻ അതിക്രമങ്ങളും അക്രമങ്ങളും എതിർ പാർട്ടിക്കാർക്ക് നേരെ നടത്തുമെങ്കിലും ഇയാളൊരു അഴിമതിക്കാരനല്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലത്തെ വാർത്ത വരുമ്പോൾ ഇയാളുടെ അനുയായികൾ, ഏറ്റവും അടുത്ത അനുചരന്മാര് ഇത്തരം അഴിമതി നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാൻ P. ജയരാജനും പറ്റില്ല. അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിലേക്കുമുണ്ട്. കാരണം അദ്ദേഹം നിയന്ത്രിക്കേണ്ട ആൾക്കാര്, അദ്ദേഹത്തിന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്ത് തുടങ്ങിയ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ വൻതോതിൽ അഴിമതി നടക്കുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഉത്തരവാദം ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തെങ്കിലും ഇദ്ദേഹത്തിന്റെ ചുമലിൽ തന്നെ ഉണ്ട്, യാതൊരു സംശയവുമില്ല. രണ്ടാമത്തെ വിഷയം, ഈ പാർട്ടി ഭരണഘടന ഉൾപ്പെടെ ഉള്ളത് ലംഘിക്കുന്നതിൽ ഇദ്ദേഹം കൂട്ടുനിന്നു. ഇതൊക്കെ തന്നെ ജില്ലാ പിന്നെ സമ്മേളനം നടന്നപ്പോൾ ചർച്ച ചെയ്തു, സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. ഇതൊക്കെ പിന്നെ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൽ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ വിശദീകരണം റിപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട്? എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും ചർച്ച ചെയ്യാത്തത്? അന്ന് ഇത് ഏതാണ്ട് വലിയൊരു കാര്യമായിട്ടാണ് ഈ CPM അനുഭാവികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പലരും തന്നെ ദേശീയ തലത്തില് സ്ക്രോൾ എന്ന് പറയുന്ന ഒരു scroll.in എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണമുണ്ട്. അതിലൊക്കെ ഏതാണ്ട് വലിയ മലമറിച്ചു CPM എന്നുള്ള മട്ടിലാണ് ഈ വാർത്തയൊക്കെ വന്നത്. അപ്പൊ അവരൊക്കെ ഇന്ന് എന്ത് പറയുമെന്ന് എനിക്കറിയാം. ഈ 5 കോടിക്കണക്കിന് രൂപ പാവപ്പെട്ട നിക്ഷേപകരെ വെട്ടിക്കാനായിരുന്നു അന്ന് ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഇതെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു കളിയായിരുന്നു. ഈ കളിയില് പിന്നെ ഒരു അഴിമതിക്കാര് മാത്രമല്ലേ ജയിക്കുന്നത്, സാധാരണക്കാരും ജയിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ scroll.in-നും മിണ്ടാട്ടമില്ല, വേറൊരു മാധ്യമത്തിനും മിണ്ടാട്ടമില്ല. ഇതൊക്കെ വലിയ കാര്യമായിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവതരിപ്പിച്ച മാധ്യമ പ്രവർത്തകർക്കും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ. കേരളത്തിൽ മാധ്യമം, പത്രവും, മീഡിയ വണ്ണും ഇത് വലിയ ആഘോഷിച്ച് വാർത്ത കൊടുത്തവരാണ്. പക്ഷെ ഇപ്പോൾ അവർക്ക് ഒന്നും തന്നെ മിണ്ടാനില്ല. ഇത്രയും വലിയ
അഴിമതി നടന്നു, പണം നഷ്ടപ്പെട്ടു, പാവപ്പെട്ട കുറെ നിക്ഷേപകരുടെ പണം പോയി. പക്ഷെ ഒരക്ഷരവും ആർക്കും മിണ്ടാനില്ല ഈ കാര്യത്തിൽ. അങ്ങ് പറഞ്ഞോളൂ. വർഗീയതയും പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ, ഞാനത് ഒരാളെ മാത്രമല്ല പറയുന്നത്, അതിന്റെയൊക്കെ ഗതി ഇത് തന്നെയാണ്. കാരണം അതൊക്കെ തന്നെ നിയമലംഘനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടും സ്ഥാപിത താല്പര്യത്തോടും നടത്തുന്ന ചില തന്ത്രങ്ങളാണ്. ആ തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ അതിനപ്പുറമുള്ള യാതൊരു മഹത്വവും അതിനില്ല. അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കും അതിൽ നിന്നെങ്കിലും വീണ് കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയായിരിക്കും അവരും അതിനെ മഹത്വവൽക്കരിക്കുന്നത്. ഇനി മറ്റൊരു സംഭവം ഞാൻ പറയാം. അതായത് പിന്നെ ഈ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് കടന്നു കയറാനുള്ള CPM-ന്റെ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം അന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ അതിലും സത്യസന്ധതയില്ല. യഥാർത്ഥത്തിൽ അവരെയും കളിപ്പിച്ചു. ഞാനിപ്പോ ഇവര് പറയുമായിരിക്കും ഇത് ശരിയാ എന്നൊന്നും, അതൊന്നും വലിയ കാര്യമൊന്നും അല്ലെന്നൊക്കെ പറയുക. അങ്ങനല്ല. ഈ അതായത് ഇസ്ലാമിക് ബാങ്കിങ്ങോ ഒരു ഇസ്ലാമിക് ധനകാര്യ സ്ഥാപനമോ നടത്തുകയാണെങ്കിൽ അവിടെ ഏത് നിയമമാണ് പ്രാബല്യം? അവിടെ ശരിയായ നിയമത്തിന് പ്രാബല്യവും ആ ശരിയായ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് അവിടെ അത് നിയമങ്ങൾ ശരിയായ നിയമങ്ങൾ അനുസരിച്ചാണോ അവിടെ നിക്ഷേപം സ്വീകരിക്കുന്നത്, അതല്ലെങ്കിൽ കടം കൊടുക്കുന്നത് എന്നറിയാൻ വേണ്ടി ഇത്തരം ബാങ്കുകളിലൊക്കെ തന്നെ മതപണ്ഡിതന്മാര് സെറ്റപ്പിന്റെ, അതായത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി ഇസ്ലാമിക് ജൂറിസ്പ്രൂഡൻസിൽ പണ്ഡിതന്മാരുണ്ടാവും. ഇപ്പൊ നമ്മുടെ ബാങ്കിൽ മാനേജർ ഉള്ള പോലെ അല്ലെങ്കിൽ ക്ലർക്കുമാരുള്ള പോലെ ഇത്തരം സെറ്റപ്പുകളിൽ ഇങ്ങനെ കുറച്ച് പണ്ഡിതന്മാരുണ്ടാവും. ഇവരാണ് ബാങ്കിന്റെ നടപടിക്രമങ്ങൾ ഇസ്ലാമിക നിയമങ്ങൾക്ക് അനുസരിച്ചാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ആരൊക്കെ ആയിരുന്നു ഈ പിന്നെ എന്തൊരു ഫൈദയാണിത്? ഹലാൽ ഫൈദയിലെ ആയിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാർ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ്. ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി രാകേഷ് അല്ലേ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി? അദ്ദേഹത്തിന് അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ആ മതപണ്ഡിതന്മാര് എന്താണ് പറയുന്നത്? അങ്ങനെ ഒരു മതപണ്ഡിതന്മാർ ഉൾപ്പെടുന്ന ഒരു സ്ഥാപനത്തെ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തടിസ്ഥാനത്തിലാണ് അതിനെ കാരണം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായ ഷാജർ എന്ന വ്യക്തിയാണല്ലോ ഇതിന്റെ ചീഫ് പ്രൊമോട്ടർ. അതെങ്ങനെ സാധിച്ചു? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ലോകത്തിലുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ഇസ്ലാമിക് ബാങ്കിങ് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ എനിക്കറിയാവുന്ന പല ഗൾഫ് രാജ്യങ്ങളും വളരെ സൂക്ഷിച്ചാണ് ഇസ്ലാമിക് ബാങ്കിങ്, ഏതാണ്ട് 2014-15 മാത്രം ഇസ്ലാമിക് ബാങ്കിങ് തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുണ്ട്. അതുവരെ അത് മടിച്ചു. കാരണം ഇതില് ഒളിഞ്ഞു കിടക്കുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പൊ ഇത് പല അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ ഉണ്ടാകാനിടയാവും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ബാങ്കിൽ വരുന്ന ഡെപ്പോസിറ്റ്, പിന്നെ ഞാനൊരു ഉദാഹരണം ചോദിക്കുകയാണ്. ഇസ്ലാമിന് നിഷിദ്ധമായിട്ടുള്ള ഏതെങ്കിലും മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഉദാഹരണത്തിന് പലതരം ഇറച്ചികളുണ്ട്. ഇപ്പൊ പോർക്ക് വിറ്റുണ്ടാക്കുന്ന പൈസയുമായിട്ട് ഒരാൾ വന്നിട്ട് ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ചാലോ, അല്ലെങ്കിൽ അത്തരം ഒരു ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഒരു ലോൺ എടുത്താലോ, അതൊക്കെ പരിശോധിക്കുന്ന പണ്ഡിതന്മാരാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ നടക്കില്ല ട്രസ്റ്റ് അവർക്ക് ഇതിലൊരു വിശ്വാസം ഉണ്ടാവുന്നത് ഈ മതപണ്ഡിതന്മാരുടെ സാന്നിധ്യമാണ്. അവരാണ് ഇതിനകത്തിലെ കാര്യകാരണ സഹിതം ഇതൊക്കെ അപ്പൊ അവർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പില് അവർക്കൊരു വലിയ റോളുണ്ട്. അത്തരം പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ വളരെ കുറവാണ്. അപ്പൊ അവർക്ക് വേണ്ടി പിടിച്ചുപറിയാണ്. അവര് ഒരു കോടതിയിൽ വന്നിരിക്കണമെങ്കിൽ തന്നെ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, അതെങ്ങനെയാണ് അവർക്കുള്ള പിന്നെ റെമ്യൂണറേഷൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിലും ഞാൻ പറയുന്നത്, ഇത് സർവരെയും കളിപ്പിച്ച ഒരു സംഭവമായിരുന്നു. അതായത് ഡെപ്പോസിറ്റ് ചെയ്ത ഇസ്ലാം മതവിശ്വാസികളെ, പൊതുസമൂഹത്തെ, സർക്കാർ സംവിധാനങ്ങളെ, നീതിന്യായ വ്യവസ്ഥകളെ, ഭാരതത്തിൽ നിയമങ്ങളെ, ഇതിനെയൊക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടത്തിയ ഒരു സംരംഭമായിരുന്നു. അത് ഗൂഢലക്ഷ്യത്തോടാണ്. നിശ്ചയമായിട്ടും അതിന്റെ പിന്നിലുള്ള ഉദ്ദേശ്യം അത്ര നല്ലതല്ലായിരുന്നു. അത് അതിന്റെ സ്വാഭാവിക അന്ത്യത്തിൽ എത്തി എന്ന് മാത്രമേ ഞാൻ കരുതുന്നു.
കാരണം തീർച്ചയായിട്ടും. പിന്നെ ഉദ്ദേശശുദ്ധി ഇല്ലാതെ തുടങ്ങുന്ന സ്ഥാപനങ്ങളുടെ ഒക്കെ തന്നെ അന്തിമ വിധി ഇത് തന്നെയാണ്. പക്ഷെ ഇത് ദൗർഭാഗ്യവശാൽ ഇതിന്റെ ഇത്തരം ഘടകങ്ങൾ ഇതിലെ ഈ ബാങ്ക് സംബന്ധിച്ചിട്ടുള്ള അതിന്റെ ആശയത്തിന് തന്നെ പിന്നിലുള്ള ഒരുപാട് കാപട്യങ്ങൾ, വൈരുദ്ധ്യങ്ങൾ തന്നെ അവര് പൊതുസമൂഹത്തെ ആകെ കബളിപ്പിച്ച ആ ഒരു മതത്തെ മുൻനിർത്തി യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസികളായ ആൾക്കാർ ഇതിനെ ചോദ്യം ചെയ്യേണ്ടതാണ്. കാരണം അവരുടെ വിശ്വാസത്തെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഗൗരവമുള്ളതായിട്ടാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ഈ അഴിമതിയുടെ ആംഗിള് അത് ഏതായാലും ഇത് കുഴപ്പത്തിൽ അവസാനിച്ചു. അപ്പൊ പിന്നെ കൂടുതൽ കുഴപ്പം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ അഴിമതിയുടെ ആംഗിള് ചർച്ച ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് CPM-നും പോലും അതായിരിക്കും താല്പര്യം. കാരണം മറ്റു വശങ്ങളിലേക്ക് കടന്നാൽ അത് കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ വോട്ട് ബാങ്കിനെ തന്നെ ബാധിക്കുന്നത്. ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് പാർട്ടി നടത്തുന്നത്. ഇപ്പൊ എന്തായാലും ശരി, ഇത് ഒരു തരത്തിലും ഇതിനെ ന്യായീകരിക്കാൻ പറ്റും എന്ന് ഇത് ഒരു വല്ലാത്ത ഒരു CPM-നെ കൊണ്ട് ചോദിക്കും. അല്ല, തീർച്ചയായിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ച വിഷയങ്ങൾ വളരെ പ്രസക്തമാണ്. ഒരേ സമയം യഥാർത്ഥ മതവിശ്വാസികളെയും പൊതുസമൂഹത്തെയും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെയും സഹകരണ മേഖലയും ബാങ്കിങ് മേഖലയെ ഒന്നാകെ കബളിപ്പിക്കുന്ന വലിയൊരു കാപട്യമാണ് അരങ്ങേറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ പുറത്ത് നിയമ നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരേ സമയം ഇത്രയധികം ആൾക്കാരെ വഞ്ചിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവൃത്തി അത് നടത്തിയത് ആരാണെങ്കിലും ശരി, അവരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കുകയും അർഹമായ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും വേണം. എന്തായാലും തളിപ്പറമ്പ് MLA വഴി ചില നിക്ഷേപകരൊക്കെ പരാതി സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. സർക്കാർ ഇക്കാര്യത്തിൽ മാതൃകാപരമായ നടപടി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ഈ വിഷയം ചർച്ചയുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.